ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാന വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധം തീർക്കുകയാണ് നമ്മുടെ രാജ്യം. സേനയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ വലിയൊരു യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്നിരുന്നാലും ഒരു യുദ്ധം അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിൽ ജനങ്ങൾ പ്രധാനമായും എടുക്കേണ്ട മുൻകരുതലുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇത്തരം അറിവുകൾ നേടുന്നത് വളരെ നല്ലതാണ് എന്ന് ഓർക്കുക. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. യുദ്ധകാലത്ത് സ്വീകരിക്കേണ്ട ചില പ്രധാന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും വ്യക്തിഗത സുരക്ഷയും തയ്യാറെടുപ്പുകളുമാണ് വേണ്ടത്. കുറഞ്ഞത് 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും, ആവശ്യമായ മരുന്നുകൾ, പ്രഥമ ശുശ്രൂഷ കിറ്റ്, ടോർച്ച്, ബാറ്ററി, റേഡിയോ, പവർ ബാങ്ക്, മറ്റ് അത്യാവശ്യ സാധനങ്ങൾ എന്നിവ അടങ്ങിയ ഒരു അടിയന്തര കിറ്റ് വീട്ടിൽ തയ്യാറാക്കി വെക്കുക. വീട്ടിനുള്ളിൽ ബോംബ് ഷെൽട്ടറുകളോ ബേസ്മെൻറ്റുകളോ ഉണ്ടെങ്കിൽ അവിടെ അഭയം തേടുക. അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലുള്ള ജനലുകൾ ഇല്ലാത്ത മുറികൾ താൽക്കാലിക അഭയ കേന്ദ്രങ്ങളായി ഉപയോഗിക്കാം. തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ്, ബാങ്ക് രേഖകൾ, മെഡിക്കൽ രേഖകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട രേഖകൾ വാട്ടർ പ്രൂഫ് ബാഗിൽ സൂക്ഷിക്കുക. കുടുംബാംഗങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിൽ പരസ്പരം ബന്ധപ്പെടാനും കണ്ടുമുട്ടാനുമുള്ള ഒരു പൊതു ഇടം മുൻകൂട്ടി നിശ്ചയിക്കുക. ഫോൺ നെറ്റ്വർക്കുകൾ തകരാറിലായേക്കാമെന്നതിനാൽ മറ്റ് ആശയവിനിമയ മാർഗങ്ങളെക്കുറിച്ചും ആലോചിക്കുക. അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. പുറത്തു കടക്കാനുള്ള വഴികളും സുരക്ഷിത സ്ഥാനങ്ങളും അറിഞ്ഞിരിക്കുക. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെ വിശ്വസിക്കരുത്. റേഡിയോ, സർക്കാർ ചാനലുകൾ, വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകൾ എന്നിവ ശ്രദ്ധിക്കുക. പരിഭ്രാന്തരാകാതെ ശാന്തത പാലിക്കുകയും പ്രാദേശിക അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. യുദ്ധസമയത്ത് വൈദ്യുതി ബന്ധം, ഫോൺ സിഗ്നലുകൾ, ഇന്ധനം, ശുദ്ധജലം എന്നിവയ്ക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം. ഇവ സംഭരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. ദുരന്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കുന്നു, എവിടെയെല്ലാം അഭയം തേടാം എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി കുറച്ച് പൊതുനിർദ്ദേശങ്ങളാണ്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. യുദ്ധസമാന സാഹചര്യങ്ങളെ നേരിടാൻ സർക്കാർ നടത്തുന്ന മോക്ക് ഡ്രില്ലുകളിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ആവശ്യമായി വന്നാൽ പ്രാദേശിക അധികാരികളെയും സന്നദ്ധ പ്രവർത്തകരെയും സമീപിക്കുക. യുദ്ധം ഒരു അപ്രതീക്ഷിത സാഹചര്യമാണ്. അതിനാൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ജീവൻ രക്ഷിക്കാനും നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും സഹായിക്കും.